എ പത്മകുമാറിനെ വീണ്ടും റിമാൻഡ് ചെയ്തിരിക്കുന്നു 2 ആഴ്ചയിലേക്ക്. അല്പസമയമാണ് കോടതി നടപടികൾ അവസാനിച്ചത്. 14 ദിവസത്തേക്ക് പത്മകുമാറിനെ വീണ്ടും റിമാൻഡിലേക്ക് വിട്ടിരിക്കുകയാണ് കോടതി. അതായത് ഡിസംബർ 18 വരെ റിമാൻഡിൽ പത്മകുമാർ തുടരും. ഇതുമായി ബന്ധപ്പെട്ട് കോടതിയിൽ സമർപ്പിച്ച വിവരങ്ങൾ പ്രോസിക്യൂഷൻ പുതിയ രേഖകൾ കൂടി സമർപ്പിച്ചിട്ടുണ്ട്. പ്രോസിക്യൂഷൻ സമർപ്പിച്ച രേഖകളിൽ ഈ ദ്വാരപാലക ശില്പങ്ങളിലെ കേസിൽ പത്മകുമാറിനെ പ്രതിയാക്കിയിട്ടുണ്ട് എന്ന കാര്യം കോടതിയെ അറിയിക്കുകയായിരുന്നു. ഇതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിലും അന്വേഷണത്തിലുമാണ്. അതുകൊണ്ട് ഈ നടപടികൾ പൂർത്തിയാക്കുന്നതുവരെ റിമാൻഡിൽ തന്നെ തുടരാൻ കോടതി ഇപ്പോൾ നിർദ്ദേശിക്കുകയാണ് ചെയ്തത്. ഡിസംബർ 18 വരെ പത്മകുമാർ വീണ്ടും റിമാൻഡിൽ തന്നെ തുടരും. അരുൺരാജ്, രണ്ടാമത്തെ കേസിൽ പോലീസ് കസ്റ്റഡി ആവശ്യപ്പെട്ടിരുന്നില്ലേ? രണ്ടാമത്തെ കേസിൽ പോലീസ് ഇതുമായി ബന്ധപ്പെട്ട കസ്റ്റഡി അപേക്ഷ നൽകിയിട്ടുണ്ട്. പക്ഷേ ഇത് പ്രോസിക്യൂഷന്റെ വാദത്തിനോടൊപ്പം തന്നെ പ്രതിഭാഗത്തിന്റെ വാദവും ഈ കേസിൽ കേൾക്കണം എന്നുള്ളതാണ് നിലവിൽ പത്മകുമാറിന്റെ അഭിഭാഷകൻ കോടതിയെ അറിയിച്ചിട്ടുള്ളത്. ഇക്കാര്യത്തിൽ വിശദമായ വാദം കേട്ട ശേഷമായിരിക്കും തുടർന്ന് ഇക്കാര്യത്തിൽ ഒരു വിധി ഇക്കാര്യത്തിൽ കസ്റ്റഡിയിൽ കൊടുക്കണമോ എന്ന കാര്യത്തിൽ കോടതി തീരുമാനമെടുക്കുക. കാരണം നേരത്തെ തന്നെ 4 തവണ ചോദ്യം ചെയ്തതാണ്. താൻ ഈ അന്വേഷണവുമായി സഹകരിക്കുന്നുണ്ട്, ഇനിയും ഇതുമായി ബന്ധപ്പെട്ട് കൂടുതൽ കാര്യങ്ങൾ പറയാനില്ല, തനിക്കറിയാവുന്ന കാര്യങ്ങൾ പറഞ്ഞു എന്നതാണ് പത്മകുമാർ കോടതിയെ അറിയിച്ചിരിക്കുന്നത്. പക്ഷേ ഇതിൽ വിശദമായ വാദത്തിന് ശേഷമായിരിക്കും പത്മകുമാറിനെ കസ്റ്റഡിയിലേക്ക് വിടണോ എന്ന കാര്യത്തിൽ കോടതി തീരുമാനമെടുക്കുക. അക്കാര്യങ്ങൾ പിന്നീട് തീരുമാനിക്കാം എന്നുള്ളതാണ് കോടതി ഇപ്പോൾ വ്യക്തമാക്കിയിട്ടുള്ളത്.